സിനിമാ താരങ്ങൾക്കും അവർ ചെയ്യുന്ന ചിത്രങ്ങൾക്കുമൊക്കെ ആരാധകർ ഏറെയാണ്. സൂപ്പർ താരങ്ങൾക്കും യുവതാരങ്ങൾക്കുമൊക്കെ ഫാൻസ് അസോസിയേഷനുകളുമുണ്ട്. എന്നാൽ നമ്മുടെ ലാലേട്ടന് ഇഷ്ടപ്പെട്ട മമ്മൂട്ടി ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? മോഹൻലാലിന് ഏറെ പ്രിയപ്പെട്ട 5 മമ്മൂട്ടി ചിത്രങ്ങളാണുള്ളത്. ന്യൂഡൽഹി. മമ്മൂട്ടി എന്ന താരത്തിന് പ്രതിഫലം നൽകാൻ പോലും നിർമ്മാതാക്കൾ മടിച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ മമ്മൂട്ടി കരിയറിൽ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ന്യൂഡൽഹി എന്ന ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. നല്ലൊരു പാട്ടോ കോമഡിയോ സംഘടനമോ ഒന്നുമില്ലാതെ എത്തിയ ചിത്രം മമ്മൂട്ടിക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുമെന്ന് എല്ലാവരും വിധിയെഴുതി. എന്നാൽ 1987 ജൂലൈ 24 റിലീസ് ചെയ്ത ചിത്രം 50 ദിവസം പിന്നിട്ടപ്പോഴേക്കും മലയാള സിനിമ കണ്ട പല റെക്കോർഡുകളും തകർത്ത് വൻ വിജയമായി മാറി. ഒരു വടക്കൻ വീരകഥ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ വേറിട്ട ഒരു വിജയകഥയായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ഒരു വടക്കൻ വീരകഥ. സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ പലരും മുഖം ചുളിച്ചു. കണ്ടുപഴകിയ വടക്കൻ കഥയിൽ നിന്നും വന്ന മാറ്റം ആദ്യം അംഗീകരിക്കാൻ പ്രേക്ഷകർ വിമുഖത കാട്ടി. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. 1989 ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ചിത്രം വാരിക്കൂട്ടി. ചിത്രം ബോക്സ് ഓഫീസിലും വിജയമായിരുന്നു. മൃഗയ്യ. 1989 മൃഗയ്യ തിയേറ്ററിലെത്തിയത്. മമ്മൂട്ടിയും ഒറിജിനൽ പുലിയുമായുള്ള സംഘടന രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു. പുലിയും വാറുണി എന്ന മമ്മൂട്ടി കഥാപാത്രവുമായുള്ള സംഘടന രംഗങ്ങൾ ശ്വാസമടക്കി പിടിച്ചായിരുന്നു പ്രേക്ഷകർ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു തീർത്തത്. മമ്മൂട്ടി ഒരു നായാട്ടുകാരനായി വേഷമിട്ട ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. സൂപ്പർ താരം മമ്മൂട്ടിക്ക് മാത്രമേ പ്രാഞ്ചിയേട്ടനായി ഇത്ര മനോഹരമായി അഭിനയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാണ് ചിത്രത്തിന്റെ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞത്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മലയാളിയായിരുന്നു അരിപ്രാഞ്ചി എന്ന കഥാപാത്രത്തിലൂടെ രഞ്ജിത്ത് വരച്ചു കാട്ടിയത്. ഹരികൃഷ്ണൻസ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും തുല്യ പ്രാധാന്യം നൽകി ഫാസിൽ ഒരുക്കിയ ചിത്രമായിരുന്നു ഹരികൃഷ്ണൻസ്. ചിത്രം ക്ലൈമാക്സിന്റെ പേര് ചെറിയ വിവാദങ്ങൾക്കും വഴിതെളിച്ചിരുന്നു. നായകന്മാർ 2 പേരും ഒരു നായികയെ പ്രണയിക്കുന്നു. 2 നായകന്മാരും ഒരേ നായികയെ സ്നേഹിക്കുന്ന ചിത്രം. അവസാനം നായികയെ ഏത് നായകൻ കൊണ്ടുപോകും? മമ്മൂട്ടി നായികയെ സ്വന്തമാക്കിയ ലാൽ ഫാൻസ് ക്ഷമിക്കില്ല. നേരെ മറിച്ചായാലും പ്രശ്നമാണ്. ഇതിനായി ഫാസിൽ ഒരു സൂത്രം ഒപ്പിച്ചു. മലപ്പുറം ഭാഗങ്ങളിൽ തിയേറ്ററിലെത്തിയ പ്രിന്റിൽ നായികയെ മമ്മൂട്ടി സ്വന്തമാക്കുന്നതായും തിരുവനന്തപുരം ഭാഗങ്ങളിൽ നായികയെ മോഹൻലാൽ സ്വന്തമാക്കുന്ന രീതിയിലുമാണ് സിനിമ പ്രദർശിപ്പിച്ചത്.